ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനാണ്. ഞാൻ നിൽക്കുന്ന എൻ്റെ വീട്ടിലാണ് കേട്ടോ. ആമ്പൽ പൂക്കളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളൊരു കുളമാണ്. ഈ കുളത്തിൽ പ്രത്യേകം ചണ്ടിയൊക്കെ വെച്ചിട്ട് പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു സൈഡിലാണ് ഇങ്ങനെ രണ്ടിത് വെച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിളികളൊക്കെ തിക്കുന്നരക്ക് കൂട്ടുണ്ട്. ഈ നല്ല ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫ്ലവറാണ്. നമ്മളിത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി നമുക്ക് തോന്നിക്കുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ പാടത്തൊക്കെ ഇതുപോലത്തെ ഫ്ലവേഴ്സ് കണ്ടുണ്ടാവും, ചണ്ടി കണ്ടുണ്ടാവും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഒരു ഭംഗി തോന്നിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ മീനെ വളർത്തുന്നുണ്ട്. ഞാൻ ആ മീനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫീഡ് ഇട്ട് കൊടുക്കുന്ന സമയത്താണ് അവർ പുറത്തേക്ക് വരുള്ളൂ. അത് അടുത്ത ഒരു സെക്ഷനിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതെന്താ പ്രത്യേകത കാണിക്കാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞത്, നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് ഇന്നത്തെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. ഈ കാണുന്നതാണ് ഈ കുളമാണ്. ഈ സൈഡിൽ കുറച്ച് നമ്മൾ താമരയുടെ മറ്റൊരു വേർഷനുകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതായത് അത് താമരയാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള അതിൻ്റെ പൂക്കൾ ഉണ്ടായിട്ട് വരുന്നുള്ളൂ. ഇത് ആമ്പലിൻ്റെ രണ്ടെണ്ണം നമുക്കിവിടെ കാണാവുന്നതാണ്. ഇത് അതിലത്തെ ഒന്നാണ്. വലിയ മുട്ടോട് കൂടിയിട്ടുള്ള പൂവാണ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് ഇതിൽ നിന്നും വരുന്നതാണ്. ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പോണതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ചെടിച്ചട്ടികളാണ് കാണുന്നത്. വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ചെറിയ ചെറിയ ചെടികളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്ര സ്പീഡിൽ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ പ്രത്യേകം പറയാൻ എന്നോട് പലരും പറയണം. താൻ പറയണമെന്നൊക്കെ ലാഗായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ചെടികൾ. ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരത്രയും പരിപാലിച്ചെങ്കിൽ മാത്രമേ അവരുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതൊരു കുട്ടികളിയല്ല. ചെടിച്ചട്ടി എന്ന് പറയുമ്പോൾ പലരും പറയണ പോലെ ചെടി അത് നമുക്ക് എങ്ങനെ വേണമെന്ന് നടാമെന്ന് പറയും. അങ്ങനെയല്ല. ഇപ്പോൾ പല വീട്ടിലൊക്കെ ചെടികൾ നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നിയ പോലൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെടി നടുക, അങ്ങനെ നമ്മൾ നട്ടിട്ട് കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതത്ര ശരിയുള്ള ഒരു പ്രവണതയല്ല. ഞാൻ എന്തായാലും ഇത് വീഡിയോ പ്രത്യേകിച്ച് വൈൻഡപ്പ് ചെയ്യണില്ല. കാരണം ഞാൻ കുറച്ച് നമ്മൾ കാണിക്കാത്ത കുറേ പുതിയ പുതിയ സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ വലിയൊരു വട്ടയ പോലെയാണ്. ഈ വട്ടയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ല ആമ്പല്, ഇതൊക്കെ നമ്മൾ ഇതിപ്പോൾ ഒരു നീല കളറുള്ളതുണ്ട്. ഇത് 2-3 എണ്ണമാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് അവർ ഫ്രീ ആയിട്ട് തന്നതാണ്. അതിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലൊരു വലിയ വട്ടയാണ്. വട്ടയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എയിമാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മീനുകളെ വളർത്താൻ പറ്റും എന്നാണ് പറഞ്ഞപ്പോൾ ഞാനത് മേടിച്ചേക്കാണ്. ഒരു ഫാം അതുപോലെ സെറ്റ് ചെയ്യണം. അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ ആഗ്രഹങ്ങൾ മാത്രം നമുക്ക് വേണ്ടത്. നന്നായിട്ട് ആഗ്രഹിച്ചാൽ മാത്രമേ കുന്നോളം ആഗ്രഹിച്ചാലാണ് നമുക്ക് കുരുവോളം കിട്ടുള്ളൂ എന്ന് പറയാം. അപ്പം നമ്മളത് പ്രത്യേകം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. കാരണം 10 വയസ്സിൽ ഗതിയില്ലാത്ത ഒരാൾ കോടീശ്വരനാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഗേറ്റ്സ് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ആയിട്ടുള്ളത്. അതുപോലെ ടാറ്റ, അംബാനി, ബിർള ഇവരൊക്കെ അങ്ങനെ പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണ്. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലത്തെ ഇതാണ് ആ വെള്ളമുളക്. കാരണം വെച്ചിട്ട് കടലാസ് മുളക് എന്ന് പറയും. കടലാസ് മുളക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണത്. കാരണം വെച്ചാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി കടലാസ് മുളകാണ്. ഇതിൽ ശരിക്കും 200 കിലോ വരെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ തമാശയ്ക്ക് പറഞ്ഞാണോ കാര്യമായിട്ട് പറഞ്ഞാണോ എന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെ ഒരു പ്ലാവ് നിൽക്കണമെന്ന് നമുക്ക് കണ്ണിൽ പെട്ടുണ്ടാവും. അതെന്നുണ്ടെങ്കിൽ 6 മാസം 1 കൊല്ലമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ സാധനം 2.5 കൊല്ലത്തിൻ്റെ ഉള്ളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയേക്കാണ്. അത് വീണ്ടും യാത്ര തുടരുകയാണ്. വീടിൻ്റെ അപ്പുറത്തുള്ളവർ എന്താണാവോ എന്ന് വിചാരിക്കുന്നുണ്ട്. എങ്കിലും പിന്നെ നമുക്ക് മുന്നോട്ട് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു വ്ളോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണുണ്ടാവാൻ പാടില്ല എന്ന് പറയാം. ഇത് നമ്മുടെ ഗോഡ്സനാണ്. ഗോഡ്സിൻ്റെ അപ്പുറത്ത് നമ്മുടെ വാഗണാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ നിൽക്കുന്നത് കാരണം ഇതിൻ്റെ ചെടികൾ കുട്ടികളാണ്. അവർ പറയും ലവ് ബേർഡ്സ് ആണ്. അവർക്ക് ആ പേര് കൊടുത്തിട്ടുള്ള തന്നെ ലവ്. അവർ ഈ പറഞ്ഞ പോലെ ലവ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര സംഭവം ഉണ്ടെന്നുകൊണ്ട്
രണ്ടുപേരുള്ള എന്നാലും നിൽക്കുന്നവർക്കും വെള്ളത്തിന് ഒരു കുറവില്ല. അപ്പോൾ ഇവർ കുറച്ച് കൂടുതലുണ്ടായി കഴിഞ്ഞാൽ എന്താവുമെന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. ഇത് നമ്മുടെ മൈ ബൈക്കാണ്. നമ്മുടെ പുതിയ റൈഡുകൾക്കൊക്കെ ഇനി ഉപയോഗിക്കാവുന്ന മൈ ബൈക്കാണ്. ഇപ്പോൾ പറയണത് ഇഷ്ടപ്പെടാവില്ല എന്നുകൊണ്ട് ഈ കുട്ടികൾ കിടന്ന് ഓടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, അവർ ജീവിക്കേണ്ട ആൾക്കാരനല്ലേ. ഒരു മഴ വരണോ എന്ന് സംശയിക്കുമാറ് ഞാൻ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നതൊക്കെ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ശ്വാസം വിട്ട് പറഞ്ഞാലല്ലേ ശബ്ദം വരൂ, നിർത്തി നിർത്തി പറയൂ എങ്കിലല്ലേ രാഗം വരൂ എന്ന് നെടുമുടി വേണു പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ വീട്ടിലത്തെ ഞാൻ പറയാറില്ലേ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്, ഏത് സമയത്തും ഫാഷനായിട്ട് നിൽക്കുന്ന ഒരു ഫ്രൂട്ടിന് ഫാഷൻ ഫ്രൂട്ട് നമ്മൾ പറയില്ല, ഒരു ജാതി ഫാഷനാന്ന് പറയണ പോലെ. ഇതിൽ പയറൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ. ഇതിപ്പോൾ മണി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ കാശ് കുറേ കിട്ടുന്നുണ്ട് പറയാം, കോടീശ്വരനാവാം. അപ്പോൾ എല്ലാവരും കാശിന് വേണ്ടി ആർത്തി പിടിക്കണ ഈ കാലത്ത് നമ്മൾ ഈ ചെടിയൊക്കെ നട്ടിട്ട് ഇങ്ങനെ കിടന്ന് നടക്കുമ്പോൾ ആൾക്കാർ പറയാം, നിനക്ക് ഓടാൻ പോക്കൂടാ, എന്തിനാ ഇവിടെ കിടന്ന് ഈ ചെടിയൊക്കെ നടണേന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഓടാൻ പോയിട്ട് എന്നിട്ട് അവിടെ ഓട്ടങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരും വണ്ടികളൊക്കെ മേടിച്ചപ്പോൾ ഓട്ടം പൊതുവെ കുറവാണ്. എല്ലാവരും ടൂ വീലറും എല്ലാവരും ഓടിക്കാൻ പഠിച്ചു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നോക്കുക. ഇപ്പം എന്തെന്ന് പറയുക, അവിടെ എല്ലാ ഓട്ടം കൂടി ഞാൻ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഓട്ടില്ലാണ്ടാവും. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല, കുറവായിട്ടും പറയണില്ല എന്നല്ല, ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളതെന്ന് പറഞ്ഞ പോലെ ഇതാണ്. നമ്മളിപ്പോൾ നെല്ലിയാമ്പതിയെ പോയപ്പോൾ കണ്ടത് ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് മാത്രമാണ്. പിന്നെ വെച്ചാൽ നമ്മളിവിടെ കിടന്ന് ഓളിയിട്ടില്ല കാര്യങ്ങളും നടക്കില്ല. എല്ലാവരുടെ വിചാരവും എന്നാ നമുക്ക് കാശുണ്ടാക്കണം, കാശ് പണം ദുട്ട്. അപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വെറൈറ്റി പിടിച്ചിട്ട് ഇത് വീടിൻ്റെ മുകൾ വശം കേട്ടോ, അവയിൽ പോണതാണ് ഫാഷൻ ഫ്രൂട്ട്. ഇതിങ്ങനെ അങ്ങനെ പടർത്തി വിട്ടേക്കണം. ജ്യൂസ് ഉണ്ടാക്കാം, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫാഷൻ ഫ്രൂട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ചെറിയ ചെടിച്ചട്ടികൾ പറഞ്ഞില്ലേ, ചെറിയ ചെടിച്ചട്ടിയിൽ നിന്ന് എത്ര ഇങ്ങനെ സ്മോൾ, ഇതിപ്പോൾ 1 ഇഞ്ചിലുള്ള ചെടിച്ചട്ടി ഉണ്ട്, 1/2 ഇഞ്ചിലുള്ള ചെടിച്ചട്ടി ഉണ്ട്, 1 ഇഞ്ച് പോലും ഇല്ലാത്ത ചെടിച്ചട്ടി ഉണ്ട്. അങ്ങനെ ചെടിച്ചട്ടികൾ കുറേ ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ കാന്തത്തിൽ പിടിക്കുന്ന ചെടിച്ചട്ടി ഉണ്ട്, കാന്തം പിടിക്കാത്ത ചെടിച്ചട്ടി ഉണ്ട്. ഇതിൽ നമ്മളിങ്ങനെ ചെടികൾ നട്ടിട്ട് അതിനെങ്ങനെ വളർത്തി ഗ്രോത്തിങ് എന്ന് പറയും, വളർത്തി കൊണ്ടുവരണം. അപ്പോൾ പറയും ഈ ചെടി നട്ടിട്ട് നിനക്കെന്താ കാര്യം? ആളുകൾക്ക് വേറൊന്നും വേറൊന്നും ഇല്ലാത്ത കാരണം അവർ പറയല്ലോ, അപ്പോൾ ഇങ്ങനെ ഓട്ടോ ഓടിയിട്ട് നിനക്കെന്താ കാര്യം? അത് ഞാനിങ്ങനെ പറയുമ്പോൾ ആളുകൾ സാധാരണ ഇപ്പോൾ ആൾക്കാർ പറയില്ലേ, തൊട്ടപ്പുറത്തൊക്കെ ആൾക്കാർ പറയണത് നീ ജീവിച്ചിട്ട് ഞങ്ങൾക്കെന്താ കാര്യം? അതൊരു അവർക്കൊരു രസം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിങ്ങനെ പറയാൻ മണിയടിച്ചാണ്. അത് കടത്തനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. കടത്തനാട്ടല്ല, നമ്മുടെ എന്താണ് പറയുക, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ഏതാ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു വൈദികൻ ഇങ്ങനെ ഓർമ്മയുണ്ടാവുന്ന. ഇത് വീണ്ടും ചെടിയിലേക്ക് കടന്നു. നമ്മളത് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വേർഷനായിട്ട് മാറും. ഇതാണ് നമ്മൾ കന്നിക്കൂർക്കാന്ന് പറഞ്ഞ സാധനം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അടിയിലെ മണ്ണിയാണ് കൂർക്കാന്ന്. ഇതല്ല, ഇതിൻ്റെ മുകളിലത്തെ ഈ തരത്തിലുള്ള ഒരു തരം മരയുണ്ട്, അതിനെ കൂർക്കാന്ന് പറയാം. ഇതിങ്ങനെ മൂക്കിൽ വെച്ച് കഴിഞ്ഞാൽ നാവുമ്പ് വെച്ച് കഴിഞ്ഞാലൊക്കെ ഇത് മണം ഉണ്ടാവും, കടിക്കുമ്പോൾ ഒരു തരം തരിപ്പുണ്ടാവും. തരിപ്പെന്ന് ഉദ്ദേശിച്ചത് ഈ അല്ല, ഒരു തരിപ്പുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി. ഈ ചെടിക്ക് എന്താ വെച്ചാൽ നമ്മൾ നഴ്സറിയിൽ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിന് ശരിക്കും 150 രൂപ വില കൊടുക്കേണ്ടി വരും. അതായത് ഈ ചെടിയുടെ വില പറഞ്ഞാൽ 150 രൂപ. നമ്മൾ അപ്പുറത്ത് വീട്ടിൽ നിന്ന് അങ്ങനെ സഹകരിച്ചിട്ട് അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 150 രൂപ നമുക്ക് ലാഭിക്കാം. അപ്പം എൻ്റെ വീട്ടിൽ ചെടിയുടെ കണക്കെടുത്തപ്പോൾ 2,30,000 രൂപ വരുന്നു പറഞ്ഞു. ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കാരണം അവർക്കൊരു തമാശയില്ല. ഈ ചെടിക്ക് മാത്രം വരും നല്ലൊരു എമൗണ്ട്. അപ്പം ഞാൻ ചെടിക്ക് കാശിടാൻ പാടില്ല. നമ്മളങ്ങനെ പറഞ്ഞ് കണ്ണിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ചെടി ഉണങ്ങിയ പോവും. അപ്പോൾ കാശാ വലുത് ചെടിയോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ല, അവിടെ ഒരു കൺഫ്യൂഷനാവും. ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ പോലെ പണാ വലുത് സ്നേഹാ വലുതെന്ന് ചോദിച്ചപ്പോൾ പറയണം പണത്തോടു കൂടിയ സ്നേഹ എന്ന് പറയണം. അപ്പോൾ സ്നേഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. ഇത് കാണുന്ന നമ്മൾ കാണുന്ന കറിവേപ്പിൻ്റെ അലയാണ് കേട്ടോ. ഈ കറിവേപ്പില പോലെയാണ് വലിച്ചെറിയുന്നൊന്നും പറയണ്ട. കറിവേപ്പില നമ്മുടെ
നാട്ടിലുണ്ടാവുന്ന കറിവേപ്പില ഇടയ്ക്ക് എടുത്ത് നല്ലതാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരീരത്തിന് നല്ലതാണ്. നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഞാൻ എന്നെ കൊണ്ട് തന്നെ ഇങ്ങനെ പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞ പോലെ 10 മണി വിരിഞ്ഞ് നിൽക്കണ കാഴ്ച നമ്മൾ കാണണം കേട്ടോ. ഇതിൽ 60 തരം 10 മണികളുണ്ട്. ഒരു തരം 10 മണി കാണാമല്ലോ വിരിഞ്ഞിട്ടുള്ളൂ. 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് വിരിയണതാണ് ഈ പൂവ്. 4 മണിക്ക് വിരിയണ പൂവുണ്ട്, അത് പിന്നെ ഞാൻ കാണിച്ചു തരുന്നവർ. അവരിപ്പോൾ വിരിഞ്ഞിട്ടില്ല, അവർ വിരിയണ സമയത്ത് കാണിച്ചു തരുന്നതാണ്. ഇത് 10 മണിക്ക് വിരിയണ പൂണി കാണുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 60 തരം 10 മണി എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു. ആ ബ്ലൂ കളറ് പൂക്കൾ ഉണ്ടായിട്ടില്ല. അതെന്തും നമ്മുടെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഊട്ടിയിലും മാത്രം ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ് ആ ബ്ലൂ കളറ്. എന്നോട് പലരും ചോദിച്ചു അതിൻ്റെ ഒരു കൊമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പറ്റണ പോലെയൊക്കെ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ഈ കാണുന്നതാണ് ഈ മുക്കുറ്റി പൂ എന്ന് പറയും. ഇന്നത്തെ ന്യൂ ജനറേഷന് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാട്ടിലൊക്കെ ഉണ്ടോ മുക്കുറ്റി പൂവേ ആ പൂവാണ് ഈ പൂവ്. ഇത് ഔഷധമാണ്, കണ്ടില്ലേ. ഇപ്പോൾ ആൾക്കാർ പറയും ഇങ്ങനെ നമ്മളൊക്കെ ഇത് വലിച്ചു കളയേണ്ട സാധനമാണ്. ഇത് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മുക്കുറ്റി പൂ എന്ന് പറയും. ഇത് ഓണത്തിനാണ് ഇത് വിരിയാറ്. ഇതിപ്പോൾ ഓണം കഴിഞ്ഞിട്ടും വിരിയുണ്ട്. കാരണം വെച്ചാൽ എന്നും ഓണമാണല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് വിരിയണോണ്ട് വിരോധമില്ല. പൂക്കൾക്ക് മനസ്സിലായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പിന്നെയും പോണത് വീടിൻ്റെ അവിടെ കപ്പലണ്ടി നട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിന് കപ്പലണ്ടി. ഞാൻ ഇന്ന് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന കപ്പലണ്ടിയാണ്. ഈ സാധനത്തിൻ്റെ അടിയിലാണ് ഈ കപ്പലണ്ടി ഉണ്ടാവണത്. അല്ലെ കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ പലരും പറയും കപ്പൽ, അങ്ങനെയൊക്കെ പറയും. നമ്മളത് മോശമല്ല അങ്ങനെ പറയണത്. അപ്പോൾ ഇത് ഈ ഒരു സാധനത്തിൻ്റെ അടിയിലാണ് ഈ കപ്പലണ്ടി ഉണ്ടാവുക. നമ്മൾ കുറിക്കുമ്പോൾ വിചാരിക്കുന്നത്, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ വേറെ പയറൊക്കെ ഉണ്ടാവണ പോലെ മുകളിലാണ് ഈ കപ്പലണ്ടി ഉണ്ടാവുക എന്ന് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ താഴത്തുനിന്ന് ഈ സാധനം വലിച്ചെടുത്തിട്ട് വേണം ഇതിൻ്റെ കപ്പലണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് തിന്നാൻ. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആളുകളുടെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി അതുപോലെയുള്ള ഗാർഡൻ സെറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല കേട്ടോ. അത് ഭയങ്കര സംഭവമാണത്. നമ്മൾ വിചാരിക്കും കണ്ണ് തെറ്റി കഴിഞ്ഞപ്പോൾ നല്ല ചൂട് കാലത്തൊക്കെ ഉണ്ട്. നമ്മളൊരു ദിവസം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ അങ്ങോട്ട് ഇത് വയ്യാണ്ടായിട്ട് ഇവർ തളർന്ന് കിടക്കണ കാണുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദേഷ്യമാവും. ഞാൻ വീട്ടിൽ ആദ്യം അപ്പുള്ളപ്പോൾ ആളോട് ചീത്ത വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് ചെടിക്ക് നനയ്ക്കാണ്ട് ഞങ്ങൾ വീട്ടിൽ വരെ എലമുണ്ടായിട്ടുണ്ട്. ഇത് ലൂവിക്കാന്ന് പറയും. കാരണം ഇതിന് നമുക്ക് ചെടി എന്ന് പറയുന്നത് ലൂവിക്ക് ഉണ്ടാവാറായിട്ടുണ്ട്. ഇതും ഈ കാർഷിക സർവകലാശാല നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നമ്മുടെ മണ്ണുത്തി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ വീണ്ടും കാണുന്നത് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള. അപ്പോൾ ഇതുപോലത്തെ ബാഗിൻ്റെ അടിയിലും ഇതുപോലത്തെ ഇതിലൊക്കെ ഈ സാധനം വെക്കാവുന്നതാണ്. പിന്നെ കാണുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ചെടി തന്നെയാണ്. സോറി. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുവരുന്ന ആ ചെടി. ഇതിന് മുകളിൽ നമ്മൾ വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം മുകളിൽ നനച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇതിന് കളർ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനയ്ക്കാൻ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളല്ല, ഷൂട്ടിംഗ് ഉണ്ട്, വണ്ടി ഉണ്ട്, അതുപോലെ എന്താ പറയുക ഡിസബിലിറ്റി കാര്യങ്ങൾ അവരെ കൊണ്ടുപോകലുണ്ട്, അതുപോലെ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. ഇതിലൊന്നും അങ്ങനെ നമ്മൾ പിന്നിൽ നിൽക്കുന്നില്ല, എല്ലാതും മുന്നിൽ തന്നെയാണ്. വീണ്ടും കപ്പലണ്ടിയിലേക്ക് എത്തി. കപ്പലണ്ടി കാണുന്നതാണ് മുകളിലല്ല കേട്ടോ, അതിൻ്റെ അടിയിലാണ്. ഇത് പറിക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ് കപ്പലണ്ടി കാണുക. കപ്പലണ്ടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ടാണ് കപ്പലണ്ടി വരിക. അപ്പോൾ ആളുകൾ ഞാൻ വിചാരിച്ചിരുന്ന പോലെ കപ്പലണ്ടി ഇതിൻ്റെ മുകളിലാവും ഉണ്ടാവുക. അങ്ങനെ ഒരു പയർ പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഉള്ളത് ഇങ്ങനെ വറുത്തിട്ട് തിന്നാന്ന് വിചാരിച്ചത്. അത് നടക്കില്ല. കുറച്ച് ഉഷ്ണമുള്ളൊരു കാര്യമാണ്. ഇതുപോലത്തെ ഇത് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മുടെ അവിടെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ തന്നപ്പോൾ മേടിച്ചു. പക്ഷെ നമ്മുടെ കപ്പലണ്ടി കൃഷി നടത്താൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഊട്ടിയിൽ മാത്രം ഉണ്ടാവുന്ന കപ്പലണ്ടി അല്ല, നാട്ടിലുണ്ടാവുന്ന കപ്പലണ്ടിയാണ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ നാട്ടിലുണ്ടാവുന്ന ഒരു ചെടികൾ തന്നെയാണ് ഈ കണ്ടുവരുന്നത്. ഈ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രാമർ തുളസി അവിടെ നിൽക്കുന്നുണ്ട്. രാമർ തുളസി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എടുത്തിട്ട് നമ്മളൊന്ന് അങ്ങനെ ഞെരടിയിട്ട് ഒന്ന് മണപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി മണമുണ്ട്. ഈ നിൽക്കുന്നത് നമ്മുടെ മഞ്ഞളാണ്, നാടൻ മഞ്ഞൾ. വീണ്ടും ആ വഴി കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തത്ര സ്പീഡിൽ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീച്ചായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ കൂടി കഴിഞ്ഞാലും $1 കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇത്ര ചിരിക്കാനും നിൽക്കണ്ട കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മണി പ്ലാന്റ് വീണ്ടും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റ് കിട്ടി കഴിഞ്ഞ് നമ്മൾ ലോട്ടറി കിട്ടും എന്നൊക്കെയാണ് പറയണത്. കാരണം എനിക്ക് കാശ് കുറേ കിട്ടും. മണി പ്ലാന്റ് ഞാൻ കുറേ വീണ്ടും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇത് കുറേ കൊണ്ടുവന്ന് വെച്ചിട്ട് പാമ്പ് വരാന്നല്ലാണ്ട് കാശ് കിട്ടണ കാണാനില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണണം,
ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ നമ്മളിതുപോലെ ഓട്ടത്തിന് പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ പറിച്ചിട്ടൊക്കെ വെറുതെ. നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് ചോദിക്കുകയാണ് 250-300 രൂപ കൊടുക്കേണ്ട ഈ തരം ചെടികൾ നമ്മൾ ചില വീട്ടിലൊക്കെ അവർ വെറുതെ വേസ്റ്റാക്കിയിട്ട് കൊണ്ടുവന്നിടും. അപ്പോൾ നമ്മളതൊക്കെ എടുത്തുകൊണ്ടിരും. ഉള്ള സ്ഥലത്ത് നടുക. ഇത് നേന്ത്രവാഴയാണ്. ഇപ്പോൾ നേന്ത്രവാഴ നടാനുള്ള സമയമാണ്. ഒരു കന്നിന് വളരെ കുറഞ്ഞ വിലയുള്ളൂ. ഇത് ചട്ടീന് ഇരിക്കുന്ന ചട്ടി, അത് നല്ല ചട്ടീന്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷത്തിന് ഒരു കൊലയ്ക്കും. ആ കൊല വെട്ടുക, അങ്ങോട്ട് തിന്നുക. ഇത് പ്രത്യേകതരം പൂവാണ്, കൊലപ്പൂ എന്ന് പറയും. കൊല നടത്തുന്ന പൂവല്ല, വലിയൊരു തരം കട്ട പിടിച്ചിട്ടുള്ളൊരു പൂ ഉണ്ടാവും. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ കാണുന്നത്, കണ്ടില്ല, ഓർക്കിഡിൻ്റെ മറ്റൊരു വേർഷൻ ഈ കാണുന്നത്. ഓർക്കിഡ് നമ്മളിവിടെയാണ് ഇത് ഡെവലപ്പ് ചെയ്യണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് ഒരു 3 മാസം, അപ്പോൾ ഞാൻ ഇന്നാളിപ്പോൾ വേറൊരു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പറഞ്ഞത് 1 വർഷം വരെ ഈ പൂവ് പറിച്ചിട്ടും അത് വാടാതെ നിൽക്കുന്ന ഇതുപോലത്തെ ഓർക്കിഡുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കിഡിനെ നിസ്സാരമായിട്ട് കാണണ്ട, അത് വളരെയധികം വിപണന തന്ത്രങ്ങളുള്ളതാണ്. ഇത് വേറൊരു ടൈപ്പാണ്. ഇതല്ലാണ്ട് ദളങ്ങളായിട്ടുള്ള വേറെ ടൈപ്പുകളുണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.